എൻവി സിനിമാസിന്റെ പുതിയൊരു വീഡിയോയിൽ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ L2 എമ്പുരാൻ. മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും തൂത്തുവാരിക്കൊണ്ടാണല്ലോ സിനിമ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ 17ാം ദിവസമായ ഇന്നത്തെ കേരള പ്രീ-സെയിൽ കളക്ഷനായിട്ട് ഏകദേശം 27 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും സിനിമയ്ക്ക് 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഇത് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കേരള ടോട്ടൽ കളക്ഷനായിട്ട് സിനിമ 83,75,00,000 രൂപയാണ് നേടിയിരിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമ 260 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ ഇതാ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായി ഈ മാസം 25-ാം തീയതി ലാലേട്ടൻ്റെ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുകയാണല്ലോ. തുടരും എന്നാണല്ലോ സിനിമയുടെ പേര്. സിനിമയുടെ ഫസ്റ്റ് ഷോ കേരളത്തിൽ ആരംഭിക്കുക 10 മണിക്കായിരിക്കുമെന്ന് ഇപ്പോൾ ഇതാ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ സിനിമയുടെ ഒരു ഡെമോ ടീസറും ഇന്ന് വന്നിരിക്കുകയാണ്. 38 സെക്കൻഡുകൾ മാത്രമുള്ള ടീസർ വേറെ ലെവൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അതേപോലെ തന്നെ മമ്മൂട്ടി നായകനായി എത്തിയ ഏറ്റവും പുതിയ മൂവിയാണല്ലോ ബസൂക്ക എന്ന മൂവി. സിനിമയുടെ 3-ാം ദിവസത്തെ ഇന്നത്തെ കളക്ഷനായിട്ട് 2 കോടിക്കടുത്താണ് സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇന്ന് നെസ്ലിൻ നായകനായി എത്തിയ സിനിമയ്ക്ക് 3,50,00,000-ത്തിനടുത്ത് കേരള കളക്ഷൻ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിൻ്റെ സിനിമയെ തൂക്കിയടിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജിംഖാന എന്ന മൂവി. മമ്മൂട്ടി എന്നൊരു മെഗാ നടൻ്റെ മെഗാ പോസിറ്റീവ് കിട്ടിയൊരു സിനിമയാണ് ഈ ആലപ്പുഴ ജിംഖാന എന്ന ഈ പിള്ളേർ അഭിനയിച്ച സിനിമ തൂക്കിയടിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് ആവേശത്തോടെ സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി.